ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊരു പുതിയ ക്രെഡിറ്റ് കാർഡിന്റെ ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ HDFC ബാങ്കും അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സണും, നിങ്ങൾക്കും ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു പ്രീമിയം ബൈക്സ് ഒക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്, അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പൊ അവരും അമേരിക്കൻ തന്നെയല്ലേ, അവരും ഇപ്പൊ ടൈപ്പ് ചെയ്തൊരു പുതിയ ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു പ്രീമിയം കാർഡ്സ് ആണ്, 2 ക്രെഡിറ്റ് കാർഡ്സുകളാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസും സംഭവമൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് പോലത്തേക്കാണ് വരാൻ പോകുന്നത്. മെറ്റൽ ക്രെഡിറ്റ് കാർഡ് ആവുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഇതിന്റെ വെൽക്കം ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. പ്രീമിയം കാർഡാണ്, അത് ഞാൻ ഓൾറെഡി എടുത്ത് പറയാണ്. അപ്പോൾ എൻട്രി ലെവൽ കാർഡുകളൊന്നുമല്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിനനുസരിച്ചുള്ള ഈ ഇവർക്ക് ഇതിന്റെ കാറ്റഗറി വരുന്നത് HDFC ബാങ്കിന്റെ ഡൈനേഴ്സ് ക്ലബിന്റെ ബ്ലാക്ക് കാർഡിലാണ് ഈ കാർഡ് വരിക കേട്ടോ. അപ്പോൾ അതിന്റെ വെൽക്കം ബെനിഫിറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണത്തോടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ ഏതൊരു സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് തന്നിട്ടാ. പിന്നെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംശയം കമന്റ് ചെയ്താൽ നമ്മളെല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും, അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഞാൻ കുറച്ച് പേരുടെ പോയിന്റ്സും സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു സ്ഥല പ്രശ്നമുണ്ട്. അപ്പോൾ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഹാർലി ഡേവിഡ്സന്റെ ഒരു ഗിഫ്റ്റ് കാർഡാണ് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്ലബ് മേരിയറ്റിന്റെയും അതുപോലെ തന്നെ 4 മെമ്പർഷിപ്പും നമുക്ക് ഇതിവിടെ വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് 10x റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഹാർലി ഡേവിഡ്സൺ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റ്സുകൾ. പിന്നെ ആക്സസ് ടു ദ സ്പെഷ്യൽ ക്യൂറേറ്റഡ് ഹാർലി ഡേവിഡ്സൺ ഇവന്റ്സുകൾക്ക് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇവന്റ്സിലേക്കുള്ള ആക്സസ് സംഭവം കിട്ടും. അതായത് ടിക്കറ്റ്സ് സംഭവം കിട്ടും. അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോഞ്ചസ് സംഭവമൊക്കെ ഉണ്ട്. കോംപ്ലിമെന്ററി ഗോൾഫ് ഗെയിംസുകളുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഡൈനിങ് ഉണ്ട്. പിന്നെ 10x റിവാർഡ് പോയിന്റ് വിത്ത് സ്മാർട്ട് ബൈ ഫെസിലിറ്റി ഉണ്ട് HDFCയുടെ. പിന്നെ മന്ത്ലി വൗച്ചേഴ്സ് ഫോർ ടാറ്റ ക്ലിക്ക് ഓൺ റീച്ചിങ് മൈൽ സ്റ്റോൺ സ്പെൻഡ്. അതായത് നമുക്ക് ഇത്രയും സ്പെൻഡ് നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടാറ്റ ക്ലിക്കിന്റെ വൗച്ചേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് 2 കാർഡുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 2 കാർഡുകളുണ്ട്. അതിൽ ഒരു HOG എന്ന് പറഞ്ഞൊരു കാർഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അതല്ലാണ്ട് നോർമൽ HDFC ബാങ്ക് ഹാർലി ഡേവിഡ്സൺ ഡൈനേഴ്സ് ക്ലബ് കാർഡും ഉണ്ട്. അതിന് നമുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് മെമ്പർഷിപ്പിൽ നമുക്ക് മറ്റേ 4 മെമ്പർഷിപ്പ് എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് 2 കിട്ടുള്ളൂ. ടൈംസ് പ്രൈമും സ്വിഗ്ഗി 1 മെമ്പർഷിപ്പാണ് എക്സ്ട്രാ കിട്ടുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ചെയ്യുക. നമുക്ക് റിവാർഡ് പോയിന്റ് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ പർച്ചേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ക്വാർട്ടർലി ലോഞ്ചസ് ആണ് നമുക്ക് കിട്ടുന്നത്. മറ്റേത് നമുക്ക് അൺലിമിറ്റഡ് ആയിരുന്നു, ഇതിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ക്വാർട്ടർലി മാരിറ്റ് വോച്ചസും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വലിയ ഡിഫറൻസ് സംഭവമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു നമ്മുടെ HDFC ബാങ്കിന്റെ ഡൈനേഴ്സ് ക്ലബ് കാർഡൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ഡൈനേഴ്സ് ക്ലബിന്റെ കാർഡ് നോക്കുകയാണെങ്കിൽ ഹാർലി ഡേവിഡ്സന്റെ കാർഡിലേക്ക് മാറാനൊക്കെ പറ്റൂട്ടാ. പക്ഷെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ ഒരു കോ ബ്രാൻഡ് ആണല്ലോ. അപ്പോൾ അത് ഹാർലി ഡേവിഡ്സൺ സ്റ്റോറൊന്നും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നവർക്കാണ് നമുക്ക് എന്താ പറയാ അതിന്റെ ബെനിഫിറ്റ് സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹാർലി ഡേവിഡ്സന്റെ ബൈക്കോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വാങ്ങിക്കാൻ ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും ഒരു ക്രെഡിറ്റ് കാർഡ് ന്യൂസ് ആയിട്ട് കണ്ടാൽ മതി. HDFC ബാങ്ക് ഇതുപോലെ കുറെ ഫോറിൻ ബ്രാൻഡ്സ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ കാർഡ് ഇറക്കാൻ പോകുന്ന HDFC ബാങ്ക് കൂടി ടൈപ്പ് ചെയ്തിട്ടാണ്, ആപ്പിളിന്റെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതുപോലെ തന്നെ കുറെ കാർഡുകൾ ഇപ്പോൾ HDFC ബാങ്കിന്റെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കണ്ടേ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമന്റ് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത് കാണാം. ബൈ.